അപ്പം നമുക്ക് ആരംഭിക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം ജിനോ ജോസ് എന്ന് പറയുന്ന കള്ളപ്രവാചകനെതിരെ, ഈ ചെങ്ങന്നൂരിലെ കോട്ട് പ്രവാചകനെതിരെ ഞാൻ ചെയ്ത വീഡിയോ ഇത്ര എഫക്റ്റ് ഉണ്ടാക്കി, ഞാൻ പ്രതീക്ഷിച്ചതിന് അപ്പുറം എഫക്റ്റ് ഉണ്ടാക്കി. അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ആ ഒരു ഒറ്റ വീഡിയോയ്ക്ക് ശേഷം അവന്റെ സമനില തെറ്റിയതുപോലെ അവൻ വന്ന് തെറിപ്രയോഗം നടത്തി. അവസാനം അവർ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോയ്ക്കകത്ത് തന്നെ അത് ബീപ്പ് സൗണ്ട് ഒക്കെ ഇട്ട് അതുമായിട്ട് വരേണ്ട അവസ്ഥ അവന് വന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതൊരു നല്ല സൈനായിട്ട് മനസ്സിലാക്കാം. കാരണം അവന്റെ പ്രസംഗപീഠത്തിൽ അവന്റെ അടിമകൾക്ക് മുൻപ് അവൻ വിളിച്ചിരിക്കുന്ന ആഭാസ പ്രയോഗങ്ങൾക്ക് ബീപ്പ് സൗണ്ട് ഇടണം എന്നൊരു തോന്നൽ അവനുണ്ടായെങ്കിൽ എത്ര നല്ലതാണ്. പക്ഷെ ഇത് അവന്റെ അടിമകൾക്ക് മനസ്സിലാവും. അവന്റെ മുമ്പിൽ പോയി ഈ ആലോചനയും ദൂതും കേൾക്കാൻ നിൽക്കുന്ന വിഡ്ഢികളായ, അല്ലെങ്കിൽ നവ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മൊണ്ണ വിശ്വാസികൾക്കൊന്നും മനസ്സിലായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എനിവേ, ഇവനകത്ത് പറഞ്ഞ രണ്ട് കാര്യങ്ങൾക്കൊന്നും മറുപടി പറയാം. ഒന്ന്, ഇവൻ പറയുന്നത് ഞാൻ സുവിശേഷത്തെ അടയ്ക്കാൻ ശ്രമിച്ചു. ഇവനെ പോലുള്ള വ്യാജന്മാർക്കെതിരെ പ്രതികരിച്ചാൽ സുവിശേഷം അടയുമത്രേ. ഞാൻ അങ്ങനെ ഒരിക്കലും കരുതുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത്തരം ദുരുപദേശകന്മാർക്കെതിരെ, ഇത്തരം കള്ളപ്രവാചകന്മാർക്കെതിരെ ബൈബിൾ അപ്പോസ്തലന്മാരും പിൽക്കാലത്ത് ഇങ്ങോട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുള്ള എല്ലാ അഭിഷിക്തന്മാരും പ്രതികരിച്ചിട്ടുണ്ട്. ഇത്തരം വ്യാജന്മാർക്കെതിരെ അവർ ശബ്ദം ഉയർത്തിയിട്ടുണ്ട്. അത് ബൈബിളിൽ നിരവധി വാക്യങ്ങളോ, ഒന്നും രണ്ടും അല്ല, ഒരുപാട് വാക്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. യൂദായുടെ ലേഖനത്തിലുണ്ട്, പത്രോസിന്റെ ലേഖനത്തിലുണ്ട്, യോഹന്നാന്റെ ലേഖനങ്ങളിലുണ്ട്. അതുകൂടാതെ കർത്താവ് യേശുക്രിസ്തു തന്നെ സുവിശേഷങ്ങളിൽ ആ കാര്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പൗലോസ് ആ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എനിവേ, അപ്പൊ ഇത് സുവിശേഷത്തെ അടയ്ക്കുന്ന പണിയൊന്നുമല്ല. ഇത്തരം വ്യാജങ്ങളെ തുറന്നു കാണിക്കുന്നത് ദൈവാത്മാവിന്റെ പ്രവൃത്തിയാണ്. രണ്ടാമത്തെ കാര്യം, ഇവൻ പറയുന്ന ഒരു പദമുണ്ട് ഇതിനകത്ത്. അപ്പം അത് അവന്റെ ഭാഷയാണ്. അവൻ പറഞ്ഞിരിക്കുന്ന പ്രയോഗം അതുപോലെ എടുക്കുന്നതേ ഉള്ളൂ, അവനൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്. അവൻ പറയുന്നത് പട്ടിയാണെ വളർത്താൻ കൊള്ളാം, പേപ്പട്ടിയാണെങ്കിൽ തല്ലിക്കൊല്ലണം എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. ഈ ബോധ്യം നിനക്ക് ഉണ്ടായിരുന്നാൽ നല്ലത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിന്റെ ഭാഷ ഇപ്പോഴേ ഇങ്ങനെ മാറി. ഒറ്റ വീഡിയോ ചെയ്തിട്ടുള്ളൂ. ഇനി എത്ര വീഡിയോ, ഒത്തിരി പേര് എനിക്ക് വീഡിയോസും അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്തുള്ള ഓഡിയോസ് തന്നിട്ടുണ്ട്. പലരും കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പലരും കാര്യങ്ങൾ തുറന്ന് പറയും. ഇവൻ ഹീലിംഗ് പ്രവചിച്ചതിന് ശേഷം മരിച്ചുപോയാലും അവരുടെ ഫാമിലീസൊക്കെ ഉണ്ട്. അപ്പം അവരൊക്കെ കാര്യങ്ങൾ വരും ദിവസങ്ങൾ പറയും. അവരൊക്കെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് അത്തരം വീഡിയോയ്ക്ക് ആവും. പക്ഷെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇവൻ ഈ കഴിഞ്ഞ ദിവസം അവന്റെ ഫ്രസ്ട്രേഷനിൽ അവൻ കാണിച്ചു കൂട്ടിയിട്ടുള്ള കോപ്രായങ്ങൾക്ക് മാത്രമാണ് മറുപടി പറയുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ പട്ടി എന്ന നിലയിൽ നിന്ന് പേപ്പട്ടി എന്ന അവസ്ഥയിലോട്ട് ഒരു കള്ളപ്രവാചകൻ പോവുകയാണെങ്കിൽ അവന്റെ അടിമകൾ തന്നെ ഇവനാൽ ഉണ്ടാകുന്ന തട്ടിപ്പുകളാലും വഞ്ചനകളാലും വശം കെട്ട് ഒരിക്കലും അവസാനം അവർ തല്ലിക്കൊല്ലാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് എന്നത് ഒന്ന് ബോധ്യമുണ്ടെങ്കിൽ നല്ലതാണ്. ആ ഒരു ബോധ്യം അകത്തിരിക്കണം എന്നതാണ് എനിക്ക് ഈ കള്ളപ്രവാചകനോട് പറയാനുള്ളത്. കാരണം അവന്റെ പദങ്ങൾ എടുത്ത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പ്രത്യേകിച്ച് അവനോട് ദൂതോ ആലോചനയോ സുബോധത്തിന്റെ എന്തെങ്കിലും വാക്കോ പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു പ്രകൃതമാണെന്ന് തോന്നുന്നില്ല. അതവന്റെ ആ ഭാഷാ ശൈലി രീതിയൊക്കെ കാണുമ്പം ആൾക്ക് മനസ്സിലാവുന്നു. ഈ ആലോചനയും ദൂതും കേൾക്കാൻ വേണ്ടിയിട്ട് ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന സ്ഥിരമല്ലാത്ത ദേഹികൾ, അങ്ങനത്തെ ആളുകളാണ് ഇത്തരം വഞ്ചനകൾ കുടുങ്ങി പോകുന്നത്. സുബോധമുള്ളവർക്ക് അവന്റെ ഭാഷയിൽ തന്നെ കാര്യങ്ങൾ ഗ്രഹിക്കാവുന്നതേ ഉള്ളൂ. ഇവനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് അവന്റെ ഈ തോന്നിവാസം എടുത്തു വെച്ചുകൊണ്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് നടന്ന കുറെ മനോവൈകല്യമുള്ളവരൊക്കെ ഉണ്ട്. വെറും തെറി മാത്രം പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറെ വൃത്തികെട്ടവന്മാരൊക്കെ ഉണ്ട്. അവരേതായാലും ഇവനെ വെളുപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ കള്ളപ്രവാചകനൊപ്പം സഞ്ചരിക്കുന്നതെങ്കിൽ മിക്കവാറും അവർക്ക് തന്നെ വരുന്ന ആളുകളിൽ ഇവന്റെ സ്വഭാവം ബോധ്യപ്പെടാം. കാരണം അവന്റെ രീതികൾ. എനിക്ക് വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങൾ ഞാൻ എടുക്കാറേ ഇല്ല. അങ്ങനെ ആണെങ്കിൽ എത്രയോ ആളുകൾ ഇവന്റെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച്, I2I സുനിൽ പോലെയുള്ള ആളുകളൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഇവനെ കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഞാൻ അതിനൊന്നും തന്നെ എടുക്കുന്നില്ല. ഇവൻ ഗുണ്ടയായിരുന്നോ, അവന് മറ്റേ പൈസ പിരിക്കാൻ വേണ്ടിയിട്ട് ഗുണ്ടായുസം കാണിച്ചു നടന്നതാണോ, ഇതൊന്നും നമ്മുടെ വിഷയമേ അല്ല. ഞാൻ ഈ ദുരുപദേശപരമായ കാര്യങ്ങൾ മാത്രമേ, അല്ലെങ്കിൽ കള്ളപ്രവചനം, വ്യാജരോഗശാന്തി, ഇങ്ങനത്തെ തട്ടിപ്പുകൾക്ക് മാത്രമേ പ്രതികരിക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് IPCയുടെ വിഷയം വരുമ്പോൾ മാത്രം അതിനകത്ത് പൊളിറ്റിക്സിനെ ഞാൻ അഡ്രസ് ചെയ്യാറുണ്ട്. അല്ലാതെ ഇവനെവിടെങ്കിലും പോയോ വന്നോ എന്റെ വിഷയമേ അല്ല. അവൻ പോട്ടെ, അവന്റെ കയ്യിരിപ്പ് പോലെ അവൻ ചെയ്യട്ടെ, അതവൻ വാങ്ങിച്ചോളും. പക്ഷെ ഈ കള്ളപ്രവചനം കൊണ്ട് ദൈവസഭയെ വഞ്ചിക്കുന്ന, വിശ്വാസികളെ വഞ്ചിക്കുന്ന, ഇപ്പൊ ഇവിടെ പോയി നിൽക്കുന്ന പല പാവങ്ങൾക്കും ഇതിന്റെ ആ നിജസ്ഥിതി എന്താണെന്ന് ശരിക്കും കൊണ്ട് ബോധ്യപ്പെട്ടിട്ടില്ല. അവർക്ക് അല്പം വൈകിയായിരിക്കും മനസ്സിലാകുന്നത്. അപ്പൊ കാര്യങ്ങൾ അവർ തന്നെ വന്ന് പറഞ്ഞോളും. പലരും ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടല്ലോ. എനിവേ, ഇവൻ പറഞ്ഞിരിക്കുന്ന വീഡിയോയിലെ വ്യാജങ്ങളും അതേപോലെ തന്നെ അവന്റെ ന്യായീകരണങ്ങളും ഒന്ന് ശ്രദ്ധിക്കാം. അപ്പൊ അതിനെ അവൻ കൂട്ടുപിടിച്ചിരിക്കുന്നവരുടെ സ്വഭാവം എന്താണ്, രീതികൾ എന്താണ്, അതെല്ലാം നമുക്കൊന്ന് ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് പരിശോധിക്കാം. 1, 2, 3 ഇങ്ങനെ എഴഞ്ഞെഴഞ്ഞ് 9. എന്നിട്ടൊരു ഒരു ഡയലോഗ്, 9 വിശ്വാസികൾ. അതിനിടയ്ക്ക് 5, 6 എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ പുച്ഛഭാവം ഈ പറയുന്ന ഈ വ്യാജ പ്രവാചകന്റെ മുഖത്ത് തെളിഞ്ഞങ്ങനെ വരുന്നുണ്ട്. ഇനി
9 വിശ്വാസികളാണ് ഇദ്ദേഹത്തിന്റെ ചർച്ചിൽ നിന്ന് പറയാനാണ് ഇദ്ദേഹം ഈ വേഷം കെട്ടിറക്കിയത്. അത് കേട്ട വ്യക്തി ഈ സംസാര രീതി പ്രവചനത്തിന് വേണ്ടി ഇവൻ ഉപയോഗിക്കുന്ന, അതായത് ഈ തരികിടയ്ക്ക് വേണ്ടി ഇവർ ഉപയോഗിക്കുന്ന ഈ റൂട്ട് കേൾക്കുന്ന അല്പമെങ്കിലും സുബോധമുള്ളവർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇത് വെറും ജഡത്തിലും പ്രാകൃത സ്വഭാവത്തിലും ഏതോ ഒരു വികട മനുഷ്യന്റെ, ലോക മനുഷ്യന്റെ രീതിയാണിതെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ശ്രദ്ധിക്കുക, ഇത് ഇനിയിപ്പോ ഏത് രീതി പറഞ്ഞെന്നിരിക്കട്ടെ, എന്നാൽ പോലും ഈ 9 വിശ്വാസികൾ എന്ന് പറയുന്നത് സത്യമാണ്. അത് ആദ്യം മനസ്സിലാക്കണം. ഈ ആലോചന കേൾക്കാൻ, ദൂത് കേൾക്കാൻ പോയി നിൽക്കുന്ന അടിമകൾ എത്രത്തോളം ഇവരുടെ ഈ പൈശാചികതയ്ക്ക് കീഴ്പ്പെട്ടു പോകുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ്. വാസ്തവത്തിൽ ഈ പറയുന്ന മനുഷ്യൻ ഇപ്പോൾ കണ്ണൂരിൽ നടത്തുന്ന പ്രവർത്തനം ന്യൂ ഇന്ത്യയുടെ ഒരു പുതിയ പ്രവർത്തനമാണ്. ആ സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനത്തോട് ബന്ധപ്പെട്ട് അതിന്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി എനിക്ക് തന്ന ഒരു മറുപടിയുണ്ട്. ആ മറുപടി നിങ്ങളത് കേൾക്കുക. 9 വിശ്വാസികൾ എന്ന് പറഞ്ഞപ്പോൾ ഈ തലയാട്ടി കൊടുത്തവൻ പറഞ്ഞത് എത്രത്തോളം നുണയാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ, വ്യാജമാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ വോയിസ് ഒന്ന് കേൾക്കുക. അതിനുശേഷം ഞാൻ എന്റെ ബാക്കി പറയാം. ഞാൻ ആ വീഡിയോ കണ്ടു. ഞങ്ങൾക്കൊരു സൂം ഉണ്ടായിരുന്നു. അതാ പിന്നെ ഞങ്ങളുടെ പുള്ളിയെ ഞാൻ വിളിക്കുകയും ചെയ്തു. അവിടെ പറയുന്നുണ്ടല്ലോ പുള്ളി 1, 2, 3, 9 പേരുണ്ട്. പക്ഷെ അവരെ അദ്ദേഹവും ഭാര്യ അദ്ദേഹത്തിന്റെ മകനും മാത്രമേ ഉള്ളൂ. ഒരു വിശ്വാസി പോലും സഹായത്തിന് അവിടെ ഇല്ല. പിന്നെ ഈ ബിൽഡിംഗ് പറഞ്ഞ എല്ലാം തെറ്റാണ്. മുഴുവൻ കള്ളത്തരം, ആ വീഡിയോ കാണുന്ന മുഴുവൻ കള്ളത്തരങ്ങളാണ്. അതിനാണ് പുള്ളി എസ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ വിളിച്ചു പറഞ്ഞു, സംസാരിച്ചു പുള്ളിയായിട്ട്. ഒന്നെങ്കിൽ ആ കൂടത്തിൽ പോകോളാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഈ ഇത്രയും വലിയ ഗുണ്ടാ സ്റ്റൈലിൽ നിൽക്കുന്ന ഈ കള്ളപ്രവാചന്റെ അടുത്ത് പോയി തലവെച്ചു കൊടുക്കാനായിട്ട്. എന്തൊരു ഗതികേടാ. അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച ദൈവം അനുഗ്രഹിക്കത്തില്ലേ ഇതിന്റെയൊക്കെ പുറകെ പോകാനായിട്ട്. എന്നോട് ഇനി മേലാൽ ആവർത്തിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞു. എന്താ ചെയ്യാ? ഇത്രയും കേട്ടല്ലോ. ഇനി ഇന്നത്തെ ഒരു കാര്യം പറയാം. ഞാനിത് നേരത്തെ അറിഞ്ഞതിന് ശേഷം പോലും ഞാൻ ഈ വിഷയത്തിൽ പ്രതികരിക്കണ്ട, മൗനമായിട്ടിരിക്കാന്ന് ഓർത്താണ്. അതിന്റെ കാരണം ഈ സംസാരിച്ചിരിക്കുന്ന, അതായത് ഈ വിജയകുമാർ എന്ന് പറയുന്ന വ്യക്തി കണ്ണൂർ പ്രവർത്തിക്കുന്ന ന്യൂ ഇന്ത്യയുടെ പ്രവർത്തനത്തിന് നേതൃത്വം വഹിക്കുന്ന അവരുടെ സെൻട്രൽ പാസ്റ്റർ മെൽവിൻ പാസ്റ്റർ, അദ്ദേഹം എന്നോട് ഞാൻ ഈ കാര്യങ്ങൾ സംസാരിച്ചപ്പം നമ്മളിത് അങ്ങ് രഹസ്യത്തിൽ തീർത്തായത്, തമ്മിൽ പറഞ്ഞ് തീർത്തതാണ്. ഈ വിഷയം ഞാൻ ലൈവ് ചെയ്യേണ്ട, വീഡിയോ കൊണ്ടുവരണ്ട എന്ന് ചിന്തിച്ചായിരുന്നു. അതിന്റെ കാരണം ഈ മെൽവിൻ പാസ്റ്ററിനോട് പറഞ്ഞായിരുന്നു, ഇത് നമുക്കങ്ങ് പബ്ലിക്കിൽ പറയണ്ട, നമ്മുടെ ഒരു പ്രസ്ഥാനമല്ലേ, ആ പ്രസ്ഥാനത്തിനൊരു ദോഷം വരണ്ടായിരുന്നു. ഞാനും അങ്ങനെ ചിന്തിച്ചായിരുന്നു. ഓക്കെ, ആ ദൈവാസന ഇദ്ദേഹം പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഇതുപോലുള്ള വഞ്ചകന്മാരുടെ ചെവിയിൽ നിന്ന് അല്ലെങ്കിൽ അവിടെ വായിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണെങ്കിൽ അങ്ങ് പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചതായിരുന്നു. പക്ഷേ ഇന്നലെ ഈ പറയുന്നവൻ, അതായത് ഈ ജിനോ ജോസ് എന്ന് പറയുന്ന കള്ളപ്രവാചകൻ ഈ പറയുന്ന വിജയകുമാർ വിളിച്ചെന്നും ഞാൻ അവനെ ഭീഷണിപ്പെടുത്തിയെന്നും സഭ തെറിപ്പിക്കുമെന്ന് പറഞ്ഞെന്നും ഒക്കെ പറയുന്ന ഇത്രയും നുണ പറഞ്ഞതുകൊണ്ട് എന്താ സംഭവിച്ചതെന്നുള്ളത് ഒന്ന് ബോധ്യപ്പെടുത്തിയ. ഞാൻ അവനെ വിളിച്ച് ജനുവിനായി സംസാരിക്കുകയും ഇതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുകയും ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞു അവിടെ നിന്ന് എല്ലാം സത്യമാണെന്ന് പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ സെൻട്രൽ പാസ്റ്റർ തന്നെ പറയുകയാണ്, അവരുടെ ബിൽഡിംഗ് സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യവും അവനോട് പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളും ഓരോന്നും വ്യാജമാണ്. ഇത് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി അതിന്റെ ബാക്കി ഇതിനകത്ത് ഞാൻ ഈ കോളിലേക്ക് എത്താനുള്ള റീസൺ എന്താ? ഞാൻ സ്നേഹിക്കുന്ന മറ്റൊരു ദൈവാസൻ, അദ്ദേഹം ഇപ്പൊ കക്കയം അവിടുത്തെ അഗാപ്പെ മിഷന്റെ ശുശ്രൂഷനാണ്. ആ ദൈവദാസനെ കുറിച്ച് ഈ പറയുന്ന വ്യാജൻ കള്ളപ്രവാചകൻ ജിനോ ജോസ് ഈ ചെന്ന വ്യക്തിയോട്, വിജയകുമാറാണ് അവിടെ ആദ്യം ഇരുന്നിരുന്ന പാസ്റ്റർ, അദ്ദേഹത്തോട് ഇപ്പോൾ ഇരിക്കുന്ന പാസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യാജം അടിച്ചു വിടുന്നുണ്ട്. അത് ഞാനൊന്ന് കേൾപ്പിക്കാം. അതാണ് ഈ കോൾ എന്നിൽ കണക്ട് ആവാൻ, അല്ലെങ്കിൽ ഈ ടോക്ക് അല്ലെങ്കിൽ ഈ ഇൻസിഡന്റ് ഞാനുമായിട്ട് കണക്ട് ആവാനുള്ള റീസൺ. ഞാൻ ആ വീഡിയോ ഒന്ന് കേൾപ്പിക്കാം, അതുകൂടെ നിങ്ങളൊന്ന് കേൾക്കുക, അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും ബാക്കി കാര്യങ്ങൾ. അപ്പൊ ഇനി ആരും എന്ത് ചെയ്യരുത്, മറ്റുള്ളവരുടെ വീഡിയോ ഒന്നും കാണരുത്. ഇവന്റെ ഈ വ്യാജ പ്രവചനവും കേട്ട് അവന് കയ്യിലുള്ളത് അവന്റെ അണ്ണാക്കിലിട്ട് കൊടുത്ത് ഇവന്റെ കൊള്ളരുതായ്മയ്ക്ക് കൂട്ടുനിന്ന് അവന്റെ പരസംഗത്തിനും അവന്റെ ദ്രവ്യാഗ്രഹത്തിനും ഇരകളായി ജീവിച്ചാൽ മതി. എനിവേ, ഈ വീഡിയോയിൽ ഈ വിവേകശൂന്യനായി അവിടെ ചെന്ന് പ്രവചനം കേൾക്കാൻ നിൽക്കുന്ന വ്യക്തിയോട് ഈ കള്ളപ്രവാചകനായിരിക്കുന്ന ഈ ദുരുപദേശകനും അതേപോലെ തന്നെ ഈ ക്രുക്കറ്റ് മൈൻഡഡ് ഗൈ അവൻ പറയുന്ന ചില കാര്യങ്ങൾ, ഒന്ന്, ഈ കക്കയം ദൈവസഭയിലിരിക്കുന്ന, അതായത് അഗപ്പെ ചർച്ചിൽ ഇരിക്കുന്ന ദൈവദാസനെ വിളിച്ചുകൊണ്ട് അവനടുത്തോട്ട് എല്ലാവരും അവൻ പ്രാർത്ഥിച്ചങ്ങ് സെറ്റാക്കി വിടാമെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ഇരിക്കുന്ന ദൈവദാസൻ, ചിന്തു എന്ന് അദ്ദേഹത്തിന്റെ പേര്, ആ ദൈവദാസൻ
ആത്മാവിൽ ഈ കാര്യങ്ങളെ വിവേചിക്കാൻ കഴിവുള്ള ആളായതുകൊണ്ടും വചനപരിജ്ഞാനമുള്ളതുകൊണ്ടും ഇത്തരം ഫ്രോഡുകളെ കണ്ട തിരിച്ചറിയാൻ കഴിയുന്ന വ്യക്തിയായതുകൊണ്ടും അദ്ദേഹം ഈ കാര്യത്തെ തിരിച്ചറിഞ്ഞ് ആ വിഷയം നമുക്ക് ഇൻഫർമേഷൻ തരാനിടയായി തീർന്നു. അദ്ദേഹം ആ ഇൻഫർമേഷൻ നൽകുമ്പോൾ പല വോയിസും അദ്ദേഹം എനിക്ക് നൽകിയിട്ടുണ്ട്. അതിനകത്ത് ഈ പറഞ്ഞ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം നൽകിയിരിക്കുന്ന ഒന്ന് രണ്ട് ഇൻഫർമേഷൻ, അദ്ദേഹം നൽകിയിരിക്കുന്ന വോയിസസ് ഞാൻ ഒന്ന് പ്ലേ ചെയ്യാം, ഒന്ന് കേൾക്കുക. പ്രിൻസ്, ഞാൻ ഇപ്പോൾ ഈ വോയിസ് ഇടാൻ കാരണം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഞാനൊരു പ്രവചനം പറയുന്നത് ഞാൻ കണ്ടു, എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. സഖാവിന്റെ നാട്ടിൽ നിന്നൊരു പാസ്റ്റർ എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് ജിനോ ജോസ് പ്രവചിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കാണുവാനിടയായി. അതിൽ അവസാനം പറയുന്ന, അതായത് ആ സഖാവിന്റെ നാട്ടിൽ നിന്ന് വന്ന ആ പാസ്റ്റർ ഇരുന്ന സഭയിൽ ഇപ്പോൾ ആയിരിക്കുന്നത് ഞാനാണ്, എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അത് തികച്ചും വ്യാജമാണ്. എന്നെക്കുറിച്ച് മാത്രമല്ല, സഭയെക്കുറിച്ചും പറയുന്ന കാര്യങ്ങളുണ്ട്. അത് തികച്ചും വ്യാജമായ കാര്യമാണ്. അത് ഇങ്ങനെയാ പറയുന്നത്: ഞാനൊരു കഷണ്ടിത്തലയുള്ള വ്യക്തിയാണെന്നും പാസ്റ്ററാണെന്നും, ഇപ്പോൾ ഇരിക്കുന്ന പാസ്റ്റർ ഒരു കഷണ്ടിത്തലയുള്ള പാസ്റ്ററാണെന്നും, ആ സഭ ഇരിക്കുന്നത് കുന്നിന്റെ മുകളിലാണെന്നും ഒക്കെയാണ് അദ്ദേഹം ആ പാസ്റ്ററോട് ദൂത് പറയുന്നത്. അത് തികച്ചും വ്യാജമാണ്. ഞാനൊരു കഷണ്ടിത്തലയനല്ല. അപ്പോൾ തന്നെ ഈ സഭ ഇരിക്കുന്നത് ഒരു കുന്നിന്റെ മുകളിലുമല്ല, ഒരു കുന്നിന്റെ അടിവാരത്താണ് ഇരിക്കുന്നത്. അതായത് ഒരു മലയുടെ അടിവാരത്താണ് ഈ സഭ ഇരിക്കുന്നത്. ഏകദേശം ഒരു വീടിന്റെ ഹൈറ്റിൽ, അത്ര ഒരു പൊക്കത്തില്, അത് കുന്നെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സഭയാണ് അത്. ഈ ജിനോ ജോസ് എന്ന് പറയുന്ന വ്യക്തി, അതായത് എന്നെയും ആ സഭയെയും കുറിച്ച് പ്രവചിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ തികച്ചും വ്യാജമാണ്. ഏതാണ്ട് തീരുമാനമായല്ലോ. ആ മനുഷ്യന് കഷണ്ടിയില്ല എന്നുള്ള കാര്യം മനസ്സിലായി. ആ സഭയെക്കുറിച്ചുള്ള അവന്റെ ഈ കറക്കിക്കുത്തലുകൾ അത് വെറും തട്ടിപ്പാണ് എന്നത് മനസ്സിലായി. ഈ ദൈവാസനത്ത് കുറച്ച് കുറെ കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട്. ഞാൻ ഒരു ഭാഗം കൊണ്ട് പ്ലേ ചെയ്യാം, അതോടെ ഒന്ന് കേട്ട് നോക്ക് അദ്ദേഹം പറയുന്നത്. അതുപോലെ പക്ഷേ ഞങ്ങളുടെ ഈ കക്കയം എന്ന് പറഞ്ഞ സ്ഥലം ആനയുണ്ട്, പുലിയുണ്ട്, കാട്ടുപോത്തുണ്ട്, അങ്ങനെയുള്ള ഈ വന്യജീവികളുടെ ആക്രമണങ്ങളൊക്കെ ഉള്ള ശല്യമൊക്കെ കൂടുതലുള്ള ഒരു ഏരിയ. എല്ലാം വെളിപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇതൊക്കെ വെളിപ്പെടുത്തത്തില്ലേ? ഇത്രയും ഡീപ്പായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു വ്യക്തിയുടെ വീടിനെ പറ്റിയും അവരുടെ ചുമരിൽ എഴുതിയേക്കുന്ന ചിത്രം വരെ വരച്ചതിന്റെ അതിന്റെ ഇലയുടെ കളർ വരെയൊക്കെ പറയാമെങ്കിൽ ചിരി വരുന്നു പറയുമ്പോ. ഇതൊക്കെ പറഞ്ഞൂടെ? പിന്നെ എന്താ അതിന്റെ പുറകില് കല്ല് മാത്രം ഇരിക്കുന്നത്? കല്ല് മാത്രമൊന്നുമല്ല പക്ഷേ, ഒരുപാട് സാധനങ്ങൾ ഇരിക്കുന്നുണ്ട് അതിന്റെ പുറകില്. നല്ല ഒന്നാന്തരം ഒരു ഡ്രം ഇരിക്കുന്നുണ്ട്, വെള്ളം നിറച്ച ഡ്രം. ഒരു ബാത്റൂം ഇരിക്കുന്നുണ്ട്. ഒരു അമ്മിക്കല്ലേ പുള്ളി വസന്തി കണ്ടെത്തുള്ളൂ. എന്നാ പറയാനൊക്കെ. ഇത്രയേ ഉള്ളൂ ഈ ജിനോ ജോസ് എന്ന് പറയുന്ന കള്ളപ്രവാചകന്റെ പ്രവചനത്തിന്റെ വില എന്നുള്ളത്. വെറും തരികിട നമ്പർ കൊണ്ടൊക്കെ നടക്കുന്ന വെറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമേൽ വിഡ്ഢികൾ മാത്രമേ ഇത് പ്രവചനമാണെന്ന് പറഞ്ഞ് ഇവന്റെ പുറകെ പോകത്തുള്ളൂ. അല്പമെങ്കിലും സുബോധമുള്ളവർ ഇതിന്റെ പിന്നാലെ പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇവൻ അവിടെ ഗൗരവമായി, ഈ ദൈവാസം തന്നെ അതിനെ സീരിയസ്ലി മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഗൗരവമായി ചൂണ്ടിക്കാണിക്കേണ്ട വിഷയം. അഥവാ ആത്മാവിൽ കാര്യങ്ങൾ വെളിപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഗൗരവമായി ചൂണ്ടിക്കാണിക്കേണ്ട ഒരു വിഷയം എന്തെല്ലാം അവിടെ ഉണ്ടായിട്ട് അതിന് പകരം ഇവ കണ്ടെത്തുന്നത് പുറകെ കിടക്കുന്ന ഒരു അമ്മിക്കല്ലാണ്. ഈ സ്ഥിരം ഈ സൈസ് സാധനങ്ങളുടെ എല്ലാം ഒരു തറ നമ്പർ. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് ചെയ്തു വന്നപ്പം ഒത്തിരി ലെങ്ത് ആയി പോകുന്നത് കൊണ്ട് ഞാനത് നാളെ ഇതിന്റെ എപ്പിസോഡ് 3 ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതായത് അവന് കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്തപ്പോൾ അതിനകത്ത് ഞാൻ അന്വേഷിച്ചു പോയ ഭവനത്തെക്കുറിച്ച് അവന് നടത്തിയ പ്രവചനങ്ങൾ ശരിയാണെന്ന് വരുത്തി തീർക്കാൻ അവന് ആ സഹോദരിയെ വിളിച്ചു നിർത്തി അവരെ കൊണ്ട് വീണ്ടും നുണ പറയിക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ അതിനകത്ത് ഓരോ പോയിന്റ്സും കുറച്ചുകൂടി കീനായിട്ട് ഒന്നുകൂടി സൂക്ഷ്മമായി ഒന്ന് പരിശോധിച്ച് അതിന്റെ വീഡിയോസ് തയ്യാറാക്കിയപ്പോൾ ഒത്തിരി കുറച്ച് ലെങ്തി ആയി പോകുന്നു ഈ ഭാഗങ്ങൾ കൂടി വന്നതുകൊണ്ട്. എനിവേ, ഒരു കാര്യം കൂടി എന്നോട് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്,
ഞാൻ ഇതുവരെ ഈ വീഡിയോ ഒന്നും ഇത്തരം വീഡിയോസ് കഴിവതും ഞാൻ ഈ ഫേസ്ബുക്കിലാണ് ഇട്ടുകൊണ്ടിരുന്നത്. അതാണ് ഞാൻ ഇന്ന് വരെ മോണിറ്റൈസ് ചെയ്തതിനകത്തൊന്നും 10 രൂപ ഉണ്ടാക്കാൻ ഇന്ന് വരെ ശ്രമിച്ചിട്ടില്ല. ഇതുവരെ ഞാൻ ഫേസ്ബുക്കിൽ നിന്നോ യൂട്യൂബിൽ നിന്നോ 1 രൂപ പോലും ഉണ്ടാക്കിയിട്ടുമില്ല. ഞാൻ അതിന് ശ്രമിച്ചിട്ടുമില്ല. ഈ യൂട്യൂബൊന്നും ഞാൻ ഈ വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടേ ഇല്ല. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ജിനോ ജോസ് എന്ന് പറയുന്ന കള്ളനെ താങ്ങാൻ വേണ്ടി ഇറങ്ങിയ ആഭാസ കൂട്ടങ്ങൾ ഉണ്ടാക്കിയ കുറെ നരേഷൻസ് ഉണ്ടല്ലോ. അവർ പറയുന്നത് ഞാൻ യൂട്യൂബ് ചാനൽ വളർത്താൻ ശ്രമിച്ചു. എനിവേ നമ്മൾ അതൊരു പ്രോത്സാഹനമായിട്ട് എടുക്കുന്നു. ഞാൻ ഇന്നും മുതൽ ഇപ്പൊ ഇതിന്റെ 1ാമത്തെ പാർട്ട് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യും യൂട്യൂബിൽ. അതിനുശേഷം ഈ വീഡിയോ 2nd പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും. തുടർന്ന് അങ്ങോട്ടുള്ള വീഡിയോസ് എല്ലാം തന്നെ യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം പ്രിൻസ് നിലമ്പൂർ എന്നുള്ള ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഏതായാലും ഈ കള്ളന്മാർ പറയുന്ന പോലെ തന്നെ കാര്യങ്ങളിരിക്കട്ടെ. നമ്മളിത് യൂട്യൂബിലും ഫേസ്ബുക്കിൽ മാത്രമല്ല യൂട്യൂബിലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആദ്യമായി പറയാണ്, സബ്സ്ക്രൈബ് ചെയ്യാം. ബട്ടൺ ഒന്നും തല്ലിപ്പൊട്ടിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞത് എന്തായാലും ഈ വ്യാജങ്ങളെ തുറന്നു കാണിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവന്മാര് പഴയ പണിയെടുക്കട്ടെ, ഗുണ്ടായുസവുമായിട്ട് വരട്ടെ. അപ്പോൾ അന്നേരം കാണാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി, അതായത് ജിനോ ജോസിന്റെ നാടകങ്ങൾ അല്ലെങ്കിൽ അവന്റെ ചീറ്റിപ്പോയ പ്രവചനങ്ങൾ എല്ലാമായിട്ട് തന്നെയല്ല, കഴിഞ്ഞ ദിവസം ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാതെ ബാക്കി വന്നതുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കും.